എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 48ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസിന്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഇന്ദു. ഈ പരിപാടിയിൽ പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ ആദ്യം നമ്മളൊരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോഹനേട്ടാ. ഇനി നമുക്ക് ഈ ആഴ്ചയിലത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ച മോഹനേട്ടൻ യോഗം ചിത്തവൃത്തി നിരോധം എന്ന പതഞ്ജലി സൂത്രവാക്യത്തെക്കുറിച്ചാണല്ലോ, പതഞ്ജലി സൂത്രത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വളരെ വിശദമായി അതെന്താണെന്നെല്ലാം എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോൾ ഈ ആഴ്ച ഉയർന്നു വരുന്ന ഒരു സംശയം, അതെങ്ങനെ നമുക്ക് പ്രായോഗികമായി പരിശീലിക്കാം? അതിന്റെ പ്രായോഗിക വശം, അത് ഹാർട്ട്ഫുൾനെസിന്റെയും പതഞ്ജലി യോഗ സൂത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്ന് വിശദമായി ഞങ്ങളോട് സംസാരിക്കാം. വെൽ, ബാബുജി മഹാരാജ് പറയാറുണ്ട്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള ആളുകളുടെ രീതിയിലുള്ള മനസ്സ് ഭാരതീയരായിട്ടുള്ള ആളുകളുടെ രീതിയിലുള്ള ഹൃദയം, ഇതിൻ്റെ കോമ്പിനേഷനാണ് ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഏറ്റവും അഭികാമ്യം. അതായത് വെസ്റ്റേൺ മൈൻഡ് ആൻഡ് ഈസ്റ്റേൺ ഹാർട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആളുകളുടെ മനസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് എല്ലാം വിശകലനം ചെയ്യും, യുക്തിയുക്തം എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതോടൊപ്പം അവനവൻ്റെ പരിശ്രമത്തിൽ വളരെയധികം ശ്രദ്ധിക്കും. നേരെ മറിച്ച് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, വളരെ വേഗം എല്ലാം വിശ്വസിക്കും, ഗുരുവിനെ വളരെ വേഗം ആശ്രയിക്കും അല്ലെങ്കിൽ സ്വീകരിക്കും. പക്ഷേ സ്വന്തം പരിശ്രമത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കില്ല.
അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു സംയോഗം, വെസ്റ്റേൺ മൈൻഡ് ആൻഡ് ഈസ്റ്റേൺ ഹാർട്ട്, ജീവിത ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമാണ് എന്ന് ബാബുജി മഹാരാജ് പറയും. ഇന്ന് ന്യൂറോ സയൻസും ഇത് തെളിയിച്ചിരിക്കുന്നു. ന്യൂറോ സയൻസിൽ അവർ പറയും സെൽഫ് ഡയറക്റ്റഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് നമ്മളിൽ തന്നെ പ്രവർത്തിക്കേണ്ട ആവശ്യകത, നമ്മുടെ മെച്ചപ്പെട്ട നിലവാരം നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നാം പ്രവർത്തിക്കേണ്ടിയിരിക്കും. അതായത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞാൽ സങ്കല്പശക്തി. ഹാർട്ട്ഫുൾനെസ്സിൽ പ്രത്യേകിച്ചും പോയിന്റ് എയിലുള്ള മെഡിറ്റേഷൻ. പോയിന്റ് എ എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ അത് നേരിട്ട് കേന്ദ്രമണ്ഡലവുമായി അല്ലെങ്കിൽ 13ാമത്തെ ചക്രവുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ എ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കൊടുക്കുന്ന എല്ലാ സങ്കല്പങ്ങളും നേരെ കേന്ദ്രമണ്ഡലത്തിലേക്ക് പോകും. കേന്ദ്രം അത് 10 മടങ്ങ് ശക്തിയോടുകൂടി നമുക്ക് തിരിച്ചു തരും. ആ തിരിച്ചു തരുന്ന പ്രക്രിയയിൽ പുതിയ ന്യൂറൽ പാത്വേസ് രൂപപ്പെടും. അപ്പോൾ നമ്മുടെ മനോഭാവവും പെരുമാറ്റ രീതിയും മാറ്റാൻ കൂടുതൽ സഹായകമാവുന്നു. ഇതിനാണ് സെൽഫ് ഡയറക്റ്റഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് സങ്കല്പശക്തിയാണത്. സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇച്ഛാശക്തിയും ചിന്താശക്തിയും ചേർന്നതാണ്. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇച്ഛിക്കാനുള്ള കഴിവ്. അതായത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സങ്കല്പങ്ങൾ പ്രയോഗിക്കുക. ഹൃദയത്തിൽ തട്ടിപ്പറയാന്ന് പറയുന്നു. ഇവിടെ സങ്കല്പശക്തി നമ്മൾ പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ടത് ഹാർട്ട്ഫുൾനെസ്സിലെ പോയിന്റ് ചെയ്യാണ്. കാരണം അത് കേന്ദ്രവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ധ്യാനമാണ് ഇച്ഛാശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴി, പ്രത്യേകിച്ചും പോയിന്റ് ചെയ്യൽ. ഇനി ചിന്താശക്തി എങ്ങനെ വർദ്ധിപ്പിക്കും? ചിന്താശക്തി വർദ്ധിപ്പിക്കാനാണ് ചിത്തവൃത്തി നിരോധം. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പോയിന്റ് ചെയ്യൽ. അപ്പോൾ ചിത്തവൃത്തി നിരോധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിന്തകൾ, ഹൃദയം, ബോധം അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലം ഒന്നിച്ചു ചേർന്ന് നമ്മുടെ പ്രവണതകൾക്ക് ഊർജം കൊടുക്കാതിരിക്കുമ്പോൾ സംസ്കാരങ്ങളുടെ ചക്രം തിരിയുന്നത് നിൽക്കും. അതിനാണ് നമ്മൾ ചിത്തവൃത്തി നിരോധം, അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൽ സന്തോഷത്തോടുകൂടിയുള്ള സ്വീകാര്യത എന്ന് പറയും. ധ്യാനജ ചിത്ത എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഹിന്ദുവിൻ്റെ ചോദ്യം എന്താണ്? ചിത്തവൃത്തി നിരോധം എങ്ങനെ നമുക്ക് പ്രയോഗക്ഷമമാക്കാം? ഹാർട്ട്ഫുൾനെസ് രീതിയിലും അതുപോലെ പതഞ്ജലി സൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതാണ് ചോദ്യം. ഇപ്പോൾ പതഞ്ജലി മഹർഷി അതിനെ ഒരൊറ്റ വാചകത്തിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അഭ്യാസം, വൈരാഗ്യം, വിവേകം, ചിത്തവൃത്തി നിരോധമാണ്. അതായത് അഭ്യാസവും അതിലൂടെ വൈരാഗ്യവും വിവേകവുമാണ് ചിത്തവൃത്തി നിരോധത്തിലേക്കുള്ള വഴി. ഇനി എന്താണ് അഭ്യാസം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പ്രാക്ടീസ്, പരിശീലനം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ അഭ്യാസി എന്ന് പറയും, സാധകൻ എന്നും പറയും. എന്ത് തമ്മിലുള്ള വ്യത്യാസം?
അഭ്യാസി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പരിശീലനം ചെയ്യുന്ന ആളുകൾ. സാധകൻ എന്ന് പറഞ്ഞാല് ലക്ഷ്യബോധത്തോടെ പരിശീലിക്കുന്ന ആൾ. അപ്പോൾ ഗോൾ ഓറിയന്റഡ് പ്രാക്ടീസ് ആണ് സാധന എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യബോധം വളരെ പ്രധാനമാണ്. അതായത് കർമ്മയോഗം, രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗത്തിന്റെ സംഗ്രഹമാണ് രാജയോഗം എന്ന് പറയുന്നത്. ദാജി അതിനെ ഉദ്ദേശം, ശ്രദ്ധ, മനോഭാവം എന്ന് പറയും. ഈ 3 ഘടകങ്ങളും പരസ്പരം സംയോജിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഉദാത്തമായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ധ്യാനത്തിലും മറ്റെല്ലാ പ്രവൃത്തികളിലും. ഇപ്പൊ ധ്യാനത്തിലിരിക്കുകയാണ് നമ്മൾ. എന്താണ് ധ്യാനത്തിന്റെ ഉദ്ദേശം എന്ന് നമ്മൾ ബോധത്തിൽ ഉറപ്പിക്കണം. ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ ജ്ഞാനയോഗം. എന്താ ധ്യാനത്തിന്റെ ഉദ്ദേശം? ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ മനുഷ്യന്റെ പരിപൂർണത. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അത് നമ്മൾ ബോധത്തിൽ ഉറപ്പിക്കണം. എന്താണ് ശ്രദ്ധ അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്, ഏത് സമയത്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണം, അതാണ് ശ്രദ്ധ അല്ലെങ്കിൽ കർമ്മയോഗത്തിന്റെ ഭാഗം. അപ്പൊ അതും നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. പിന്നെ മനോഭാവം അല്ലെങ്കിൽ ഭക്തിയോഗം എന്താണ്? പ്രേമവും ഭക്തിയും, അതുപോലെ തന്നെ പ്രാർത്ഥനാ നിരതയും. ഇതാണ് മനോഭാവം എന്ന് പറയുന്നത്. ഇതിന്റെ 3ന്റെ ഒരു സംയോഗം പരിശീലനത്തിൽ അനിവാര്യമാണ്. അതിനാണ് നമ്മൾ അഭ്യാസം എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് നമുക്കറിയാം, ഹൃദയംഗമമായ ജീവിത രീതിക്ക് അദ്ദേഹം 10 നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 3 നിർദ്ദേശങ്ങൾ അഭ്യാസം അല്ലെങ്കിൽ സാധനയെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ആദ്യത്തെ നിർദ്ദേശം പുലരും മുമ്പ് ഉണരുക. അതായത് ഒരേ സമയം, ഒരേ സ്ഥലം, ഒരേ ആസനത്തിലിരുന്ന് ധ്യാനം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ പരിശുദ്ധിയിൽ ശ്രദ്ധിക്കാൻ പറയും. ശാരീരികമായ പരിശുദ്ധി നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. മാനസികമായ പരിശുദ്ധിക്ക് ധ്യാനത്തിന് മുമ്പ് കുറച്ചു നേരം ശുദ്ധീകരണം ആവശ്യം. അപ്പൊ അത് അഭ്യാസത്തിന്റെ ആദ്യത്തെ പടി പറയും. 2ാമത്തെ നിർദ്ദേശത്തില് മനോഭാവം, പ്രേമം, ഭക്തി, പ്രാർത്ഥനാ നിർഭരത. അതാണ് 2ാമത്തെ നിർദ്ദേശം. ഇനി 3ാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നാലോ? ഈശ്വരനോടുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കരുത്. അതായത് ഈശ്വരനുമായുള്ള പൂർണ്ണ ഏകത്വം, സ്ഥിരോത്സാഹവും വളരെ അനിവാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോ നമ്മള് താതാത്മ്യം പ്രാപിക്കേണ്ടത് ദിവ്യത്വവുമായിട്ടാണെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ദിവ്യത്വവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സ്ഥിരോത്സാഹവും ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് അവിടെ തെറ്റുപറ്റുന്നതാണ്? നമ്മൾ ബോധത്തിന്റെ താഴേക്കിടയിലുള്ള മറ്റു പലതുമായും താതാത്മ്യം പ്രാപിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടികൾ, നമ്മുടെ ജോലി, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മളുടെ സ്ഥാനം, പിന്നെ നമ്മുടെ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങള്, നമ്മുടെ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെയുള്ള ബോധത്തിന്റെ താരതമ്യേന താഴ്ന്ന പടിയിലുള്ള മറ്റു പലതുമായും നമ്മൾ താതാത്മ്യം പ്രാപിക്കും. താതാത്മ്യം പ്രാപിക്കേണ്ടത് ദിവ്യത്വമായിട്ടാണ്, ഈശ്വരനുമായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോ ബോധത്തിന്റെ താഴെപ്പടിയിലുള്ള ഈ താതാത്മ്യം കൊണ്ട് എന്താണ് പ്രശ്നം? ഈ സമയത്തും നമ്മൾ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഒരു ഭാഗികമായ നിരീക്ഷണമാവും നമ്മൾ നടത്തുന്നത്. നമ്മുടെ ദർശനം ഭാഗികമാവും. നമ്മൾ കാണുന്ന കാഴ്ച ഭാഗികമായിരിക്കുക. ഇങ്ങനെ ഈ താഴ്ന്ന പടിയിലുള്ള ബോധത്തിന്റെ പല മേഖലയിലും നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നതിനെ പതഞ്ജലി മഹർഷി വൃത്തി സാരൂപ്യം എന്ന് പറയും. ഇനി നമ്മൾ എന്താണ് വേണ്ടത്? ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥയുമായിട്ടാണ് താതാത്മ്യം പ്രാപിക്കേണ്ടത്. അതാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത്. ദൃശ്യ വിവേകത്തില് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ. അതാണ് ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വം എന്ന് പറയുന്നത്. അതായത് പുരുഷൻ, ആത്മാവ് പുരുഷനിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ. അതിനെ പതഞ്ജലി മഹർഷി പുരുഷഖ്യാതി എന്നാണ് പറയുന്നത്. ഖ്യാതി എന്ന് പറഞ്ഞാൽ ദർശനം എന്നുള്ള അർത്ഥം. പുരുഷഖ്യാതി അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാവുന്ന പരിശുദ്ധമായ ദർശനം. ഇതിനെന്താണ് വഴി? ഇപ്പോൾ പുരുഷഖ്യാതി, അതിന് പകരം നമ്മൾ വൃത്തി സാരൂപ്യമാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് പരിഹാരം എന്താ പറയുന്നത്? വേദങ്ങളൊക്കെ പറയുന്ന പോലെ നേതി നേതി നേതി, ഇതല്ല. നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ബോധം ഉണ്ടാവണം നമുക്ക്. എന്നിട്ട് നമ്മൾ ഉറപ്പിക്കണം, ഇതല്ല. അതാണ് നേതി 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 എന്ന് വേദങ്ങൾ പറയുന്നത്. നേതി നേതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടിക്കപ്പെട്ട ഒന്നും തന്നെ ആത്യന്തികമായ ദിവ്യാവസ്ഥയുമായി താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല ഒന്നും. അതിനാണ് നേതി നേതി എന്ന് പറയുന്നത്. ദാജി അതിനെ ലെറ്റ് ഗോ വിട്ടുകളയുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോഴാണ് ഈ യോഗദർശനം അല്ലെങ്കിൽ ഉദാത്തമായ ദർശനം സാധ്യമാകുന്നത്. ഇനി ഹാർട്ട്ഫുൾനെസ് രീതിയിൽ ഇതാണ് അഭ്യാസത്തിന്റെ ഭാഗം എങ്ങനെയാണ് വരുന്നത്. അഭ്യാസത്തിലൂടെ പിന്നീട് എന്താ പറയുന്നത്? വൈരാഗ്യം വിവേകവും ഹാർട്ട്ഫുൾനെസ് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്? അതിനാണ് നമ്മൾ 1 മുതൽ 5 വരെയുള്ള ചക്രങ്ങളിലുള്ള യാത്ര. നമ്മൾ ഹൃദയത്തിന്റെ ആദ്യത്തെ ചക്രത്തിൽ ധ്യാനം ആരംഭിക്കുന്നു. നമുക്കറിയാം, ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു, അതല്ലേ പഞ്ചഭൂതങ്ങൾ, ആദ്യത്തെ 5 ചക്രങ്ങൾ. ഈ ഭൂമി എന്നുള്ള ആദ്യത്തെ ചക്രത്തിൽ നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ഈ യാത്ര തുടരുമ്പോൾ ഈ ചക്രങ്ങളുടെ പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാകും. ഈ ചക്രങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങൾ ആർജിക്കുന്നു, നെഗറ്റീവായിട്ടുള്ള നമ്മൾ തിരസ്കരിക്കുന്നു. അങ്ങനെ നമ്മൾ സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത, ഈ ഗുണങ്ങൾ നേടിയെടുക്കും. 5ാമത്തെ ചക്രത്തിലെ ആ വ്യക്തത അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ദർശനം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈവല്യം എന്ന് പറയുന്ന 6ാമത്തെ ചക്രത്തിലേക്ക് കടക്കുന്നു. അവിടെയാണ് യോഗദർശനം സാധ്യമാകുന്നത്. ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ, പുരുഷഖ്യാതി നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനെ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ഗാജി ചെയർഫുൾ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ചോയ്സ്ലെസ് അവയർനെസ്, മറ്റൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നിരന്തര സ്മരണ. ആ അവസ്ഥയിലേക്ക് നമ്മൾ. അപ്പോൾ നിരന്തര സ്മരണ എന്നുള്ളതിനെ ബാബുജി മഹാരാജ് നിർവചനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയും, നമ്മൾ ആന്തരികമായി ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കും, ബ്രഹ്മത്തിൽ നമ്മൾ മുഴുകിയിരിക്കുന്നു. ബാഹ്യമായും എല്ലാം ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന ബോധം. ഇപ്പൊ ബാഹ്യവും ആന്തരികവുമായി എല്ലാം ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള ബോധത്തിനെയാണ് നിരന്തര സ്മരണ എന്ന് പറയുന്നത്.
അപ്പോ അഭ്യാസം അല്ലെങ്കിൽ പ്രാക്ടീസ് നമുക്ക് ദിശാബോധം തരുന്നു, ഡയറക്ഷൻ. വൈരാഗ്യവും വിവേകവും ആന്തരികമായി നമ്മളെ ആത്മീയ പാതയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിർത്തും. ബാബുജി മഹാരാജ് പറയാറുണ്ട്, വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് നോക്കി കഴിഞ്ഞാൽ നൂറുകണക്കിന് സന്ദേശങ്ങളിലാണ്. അദ്ദേഹം പറയും പെർസിസ്റ്റൻസ്, പ്രാക്ടീസ്, ലവ്. ഈ 3 വാക്കാണ്. സ്ഥിരോത്സാഹം, പരിശീലനം, സ്നേഹം. ഇതാണ് അധികം നമ്മൾ കാണുന്ന മെസ്സേജസിൽ. ഇപ്പോൾ ബാബുജിയുടെ വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി നിങ്ങളെ സംസ്കാരങ്ങളുടെ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തെ പുനരാവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്താ? പലതരത്തിലുള്ള ശീലവിധേയത്വങ്ങളിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ വെറുക്കാൻ ശീലിച്ചിരിക്കുന്നു. ദേഷ്യം അതിന് നമ്മൾ ശീലമായിരിക്കണം. താരതമ്യപ്പെടുത്തുന്നത് നമുക്ക് ശീലമായിരിക്കണം. വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് ശീലമായിരിക്കണം. നമ്മൾ എല്ലാത്തിനെയും വിലയിരുത്തുന്ന രീതിയിൽ നമ്മൾ ശീലവിധേയരാണ്. എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന രീതിയിൽ നമ്മൾ ശീലവിധേയരാണ്. അപ്പൊ ഈ ശീലവിധേയത്വങ്ങളെല്ലാം ഹാർട്ട്ഫുൾനെസ്സിലെ ശുദ്ധീകരണത്തിലൂടെ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ നമുക്ക് ആന്തരികമായ ഒരു സന്തുലിതാവസ്ഥ വരും. ആന്തരികവും പിന്നീട് ബാഹ്യവുമായ സന്തുലിതാവസ്ഥ. ബാബുജി മഹാരാജ് എന്നെ പറയാ, സെൻസ് ഓഫ് വണ്ടർ ആൻഡ് സെൻസ് ഓഫ് വർഷിപ്പ്. അതായത് ഒരു അത്ഭുത ഭാവവും ആരാധനാഭാവവും ഒരുമിച്ച്. ആന്തരികവും ബാഹ്യവുമായ സന്തുലിതാവസ്ഥ. പതഞ്ജലി മഹർഷി അതിനെ സമത്വം യോഗമുച്ചത എന്ന് പറയും. സമത്വമാണ് യോഗയുടെ ആദ്യത്തെ പടി. എന്താണ് സമത്വം എന്ന് പറഞ്ഞാൽ? സന്തുലിതാവസ്ഥ. ഭൗതികവും ആന്തരികവുമായിട്ടുള്ള സന്തുലിതാവസ്ഥ, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള സന്തുലിതാവസ്ഥ. അപ്പോ ഈ സന്തുലിതാവസ്ഥയിൽ നമ്മൾ ആന്തരികമായി ദിവ്യത്വത്തിൽ മുഴുകിയിരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാത്തിനോടും, ബാഹ്യമായ എല്ലാത്തിനോടും ആദരവോടുകൂടിയുള്ള ഒരു സ്നേഹം അപ്പോൾ പ്രകടമാവും. ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ ഭർത്താവ്, കുടുംബം, എല്ലാത്തിനോടും ആദരവോടുകൂടിയുള്ള സ്നേഹം. എന്നാൽ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ള ആന്തരികമായിട്ട് ദിവ്യത്വത്തിനോടുള്ള അഭിനിവേശം. അതായത് ഈ പുരുഷഖ്യാതി എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ആത്മാവ് ആത്മാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥ. ആത്മാവിന്റെ പ്രകാശത്തിലാണ് എല്ലാ ബാഹ്യവസ്തുക്കളും പ്രകാശിക്കുന്നുള്ള ബോധം. നമ്മൾ ചന്ദ്രൻ ആകാശത്ത് പ്രകാശിക്കുന്നത് കാണുമ്പോൾ, ചന്ദ്രൻ പ്രകാശിക്കാൻ കാരണം എന്താണ്? അതിന്റെ പിന്നിൽ സൂര്യനുണ്ട്. സൂര്യന്റെ പ്രകാശമാണ് പ്രതിഫലിച്ച് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അപ്പൊ ചന്ദ്രന്റെ പ്രകാശം കാണുമ്പോൾ നമ്മൾ സൂര്യന്റെ പ്രകാശത്തിനെ ഓർമ്മിക്കും. അതുപോലെ ആത്മാവിന്റെ പ്രകാശത്തിൽ എല്ലാം പ്രതിഫലിക്കുന്നു എന്ന് കാണുമ്പോൾ ആന്തരികമായിട്ടും ദിവ്യത്വം, ബാഹ്യമായി എല്ലാത്തിലും ദിവ്യത്വം. അതാണ് സന്തുലിതാവസ്ഥ. ഈ അവസ്ഥയില് മനസ്സ് ആന്തരികമായി ആത്മാവിനെ ദർശിക്കുന്നു. അപ്പോഴാണ് നമ്മളുടെ ഉള്ളില് ഭക്തി ഉടലെടുക്കുന്നത്. മനസ്സ് പരിശുദ്ധമായ അവസ്ഥയിൽ ആത്മാവിനെ ദർശിക്കുമ്പോഴാണ് ഭക്തി രൂപം പ്രാപിക്കുന്നത്. അങ്ങനെ ഭക്തി രൂപം പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ധ്യാനത്തിൽ ഗുരുവിന്റെ രൂപം പ്രത്യക്ഷപ്പെടും. നമുക്കറിയാം, നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ദിവ്യപ്രകാശത്തിൽ ധ്യാനിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഭക്തി വരുന്ന സമയത്ത് ദിവ്യപ്രകാശം മാറി ഗുരുവിന്റെ രൂപം സ്വാഭാവികമായിട്ട് അവിടെ വരും.
അങ്ങനെ സ്വാഭാവികമായിട്ട് ഗുരുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ ധ്യാനിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അങ്ങനെ മാസ്റ്റർ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സാവധാനം ഈ രൂപം അപ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവപ്പെടുന്ന ഒരു അനുഭൂതി ഇത്. ആ സാന്നിധ്യം എന്നുള്ള അനുഭൂതി മാത്രം ആന്തരികമായിട്ടും ബാഹ്യം. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ആന്തരികമായിട്ടും ദിവ്യത്വം, ബാഹ്യമായിട്ടും ദിവ്യത്വം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഗുരുവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സൂപ്പർ മെഡിറ്റേഷനെ കുറിച്ച് ഗുരുവിൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മൾ ആഗിരണം ചെയ്യുന്നു എന്നുള്ള ചിന്തയിലുള്ള ധ്യാനം. എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സ് പരിശുദ്ധമാവുന്നു, ഇന്ദ്രിയങ്ങളും പരിശുദ്ധമാവുന്നു. ആ പരിശുദ്ധമായ അവസ്ഥയിൽ അത് ഗുരുവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ആഗിരണം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ബാബുജി മഹാരാജിൻ്റെ മീഡിയം മദർ ഹെലൻ, അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സിൻ്റെയും പരിശുദ്ധി കൊണ്ട് ബാബുജി മഹാരാജിൻ്റെ സാന്നിധ്യം അവർക്ക് എല്ലായിടത്തും എപ്പോഴും അനുഭവപ്പെടും. അതുകൊണ്ടാണ് അവർക്ക് ബാബുജി മഹാരാജുമായിട്ട് സംവേദിക്കാൻ കഴിയുന്നത്. ആ സംവേദിക്കുന്നതിനെ വാക്കുകളുടെ രൂപത്തിൽ നമുക്ക് പകർന്നു തരുന്നു. ദാജി പറയും, ഒരു തടാകം, ആ തടാകം പരിശുദ്ധമാണെന്ന് വിചാരിക്കുക, അതുപോലെ നിശ്ചലമാണെന്ന് വിചാരിക്കുക. പരിശുദ്ധവും നിശ്ചലവുമായിട്ടുള്ളൊരു തടാകത്തിൽ അതിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും അതുപോലെ കെട്ടിടങ്ങളും പ്രതിഫലിക്കും. അപ്പോൾ ഈ തടാകത്തിൻ്റെ പരിശുദ്ധിയും നിശ്ചലതയും കൊണ്ട് പ്രതിഫലനം ഏതാണ്, യാഥാർത്ഥ്യം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതായത് പ്രതിഫലനം തന്നെ യാഥാർത്ഥ്യമാവുന്ന അവസ്ഥ. വേദങ്ങളിൽ അതിന് പറയുക, ഉപനിഷത്തുകളിൽ അതിന് പറയും, ഒരു സ്ഫടികത്തിൻ്റെ അടുത്ത് ഒരു ചെമ്പരത്തി പൂ വെച്ചാൽ സ്ഫടികം ചുവപ്പ് നിറമായിട്ട് കാണുന്നു. ചെമ്പരത്തി പൂ നീക്കം ചെയ്താൽ സ്ഫടികം സുതാര്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ചെമ്പരത്തി പൂവിൻ്റെ ഈ ചുവപ്പ് നിറം സ്ഫടികം ആഗിരണം ചെയ്യുന്നു അതിൻ്റെ പരിശുദ്ധി കൊണ്ട്. അതുപോലെയാണ് ഗുരുവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ പ്രതിഫലനം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ് മദർ ഹെലൻ ഈ പ്രകാശ ലോകത്തിലെ മെസ്സേജുകൾ സ്വീകരിക്കുന്നത്. ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? മനസ്സ് പരിശുദ്ധമാവുന്നു, ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാവുന്നു, മനസ്സ് ആന്തരികമായി സമർപ്പണത്തിലേക്ക് പോകുന്നു. മനസ്സിനതീതമായി ബോധത്തിൻ്റെ മേഖലയിലേക്ക് കടക്കും. ബോധം വികസിക്കും. ഇതാണ് യഥാർത്ഥ അഭ്യാസം. ആ അഭ്യാസം നമ്മളെ വൈരാഗ്യത്തിലേക്കും വിവേകത്തിലേക്കും നയിക്കും. അതിനെയാണ് നമ്മൾ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുരുഷഖ്യാതി. ദാജി സന്തോഷത്തോടു കൂടിയുള്ള സ്വീകാര്യത, ചോയ്സ് എടുക്കാത്ത ഒരു അവബോധം, യഥാർത്ഥ യോഗ ദർശനം. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ട. എനിക്ക് തോന്നുന്നു മോനേട്ടന് ആ ഹാർട്ട്ഫുൾനെസ് സാധനയുടെ പല സ്റ്റെപ്പുകൾ വിശദീകരിച്ചപ്പോൾ ഒരു നിമിഷ നേരത്തെങ്കിലും ആ ഒരു അവസ്ഥകളിൽ കൂടെ കടന്നുപോയ ഒരു അനുഭൂതി ഉണ്ടായി. എന്തായാലും അത് എല്ലാവർക്കും അങ്ങനെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി. വളരെ ഭംഗിയായി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രായോഗികമായി പരിശീലിക്കാനുള്ള ഒരു ഉത്തേജനം കൂടിയാണ് ഈ ഒരു സംഭാഷണം. വളരെയധികം നന്ദി. ഇനി നമുക്ക്
സത്സംഗിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് പുതുതായി ആരെങ്കിലും ധ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുക. അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അതിങ്ങനെയാണ്: എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 9:15 വരെ ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.